ഹായ് എല്ലാവർക്കും ഗോൺ ബ്ലോഗ് 6ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ പരല് പള്ളത്തി എല്ലാം മിക്സാണ്. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കല്ലയിൽ നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പം അതിലേക്ക് ഒരു അരമുറി തേങ്ങ, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ലേശം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് പിന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ആ ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു. ചുമന്നുള്ളി ചതച്ചെടുത്ത് അത് മാറ്റിയതിന് ശേഷം അതിലോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കണം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിട്ട് കൊടുത്തു. അതിൻ്റെ ചെറുതായിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതെ അത് എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അരച്ച് വെച്ചേക്കണത് ചേർത്ത് കൊടുത്തു. അത് ചേർത്ത് ഒരു ലേശം വെള്ളവും കൂടെ ചേർത്ത് അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പം അതിന് ശേഷം പുളിക്കായിട്ട് നമ്മൾ ഒരു 3-4 ചുള കുടംപുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ഇനി അടുത്തത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മൾ നേരത്തെ മുളകിടുന്നതിന് മുന്നേ ഇത് തിളപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പുഴമീൻ വേവ് കുറവാണ്. അപ്പം നേരത്തെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊടിയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചട്ടിയിലോട്ട് ഇത് മാറ്റി നന്നായിട്ട് തിളച്ചു. അതിൻ്റെ സ്മെല്ലൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീനും കൂടി ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു. മീൻ ഉടയാതിരിക്കാൻ പതിയെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനിൽ എല്ലാം പിടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം വെച്ച് ഇനി അടുത്തത് കറിവേപ്പിലയും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും അതിന് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ അടപ്പങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കും. അപ്പം നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാരണം ഇതിന് വേവ് കുറവാണല്ലോ. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ പൊക്കത്ത് കുറച്ച് ഇത് ഓഫ് ചെയ്തപ്പോഴത്തേനും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ മീൻകറി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്.